ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷോർട്സിൽ ഡേയ്സോന്ന് കുറച്ച് നമുക്ക് ഹോം ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വീട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതും, ഇപ്പോൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ വളരെ റേറ്റ് കുറവാണ്. 50 ദിറംസിനൊക്കെ താഴെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട് ഡെക്കറേറ്റ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ, അതായത് നാട്ടിലായിരുന്നു, അതിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 3 years കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ നമ്മളിവിടെ ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇവിടെ ഇത്രയും ഇങ്ങനെ എന്തൊക്കെ വീടിന് വേണ്ടിയിട്ട് ചെയ്യണോ? എന്തായാലും നമ്മുടെ സ്വന്തം വീടല്ല, എന്തായാലും ഒരു ദിവസം നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോകേണ്ടി വരും എപ്പോഴാണെങ്കിലും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് വാങ്ങിക്കാൻ, പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലം അങ്ങനെ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ, എന്തായാലും കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ എപ്പോഴായാലും നമ്മൾ ഇവിടെ നിന്ന് പോകണം. അപ്പൊ നമ്മൾ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് ഈ ഒരു വീടിനെ നമ്മളിങ്ങനെ ഇതാക്കണോന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷെ ഞാൻ വിചാരിച്ചപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തോന്നി, എന്തായാലും നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അത് താമസിക്കുന്നിടത്തോളം നമ്മുടെ വീട് അതാണല്ലേ. അപ്പൊ ആ വീടിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീടിനെ ചെറുതായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ ഇങ്ങനെ വീട് നമ്മുടെ അല്ലാത്തതുകൊണ്ട് ഇത് എന്തായാലും ഇത് അങ്ങനെയാണ് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഇപ്പൊ നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ ഇതാണ് നമ്മുടെ വീട്, താമസിക്കുന്നിടത്തോളം ഇത് നമ്മുടെ സ്വന്തം വീടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ വീടാകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നോക്കുക? അപ്പൊ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഭംഗിയാക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ വീടിനെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനായിട്ട് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇനി അവിടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ എങ്ങനെ ഭംഗിയാക്കും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു. അപ്പൊ പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നും. പക്ഷെ അതത്ര നല്ലതല്ല. ഒരു പതുക്കെ റെഡിയാക്കി സെറ്റാക്കി വരുന്നതാണ് നല്ലത്. നമ്മളെന്തായാലും അങ്ങനെ ഓവറായിട്ട് കൂടുതൽ വലിയ എന്താ പറയുക, കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു ഐറ്റംസ് ഒക്കെ വെച്ച് പതുക്കെ നമ്മൾ അതിനൊന്ന് റെഡിയാക്കി എടുക്കാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പൊ ടെമൂല് വേണമെങ്കിൽ വാങ്ങിക്കാം, പിന്നെ ആമസോൺ, ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഒരുപാട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ഡേയ്സോല് ഇപ്പൊ ഈ ലാസ്റ്റ് കുറച്ച് നാളുകൾക്ക് മുന്നേ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് ഒന്നും അതിനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ട് അതിനെ വീട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈക്കിളും ഈ ഒരു ഈ കുട്ടി പാണ്ടാസ് ആയിരുന്നു കേട്ടോ. അപ്പം അതിനെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സൈക്കിള് ഉണ്ടായിരുന്നു. അപ്പം ഈ സൈക്കിളിലേക്ക് ഞാൻ ഇത് എടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു പ്ലാൻ. അപ്പം അതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ ഓരോ സീറ്റ് പോലെ ഇങ്ങനെ 3 ലെയർ പോലെ ഇങ്ങനെ അത് നമുക്ക് എന്തെങ്കിലും അവിടെ വെക്കാനായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം. അപ്പം ഞാൻ അവിടെ തന്നെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ 3 ടൈപ്പ് ഞാൻ പാണ്ടാനെടുത്തു. പല വെറൈറ്റി ഇരിക്കുന്നുണ്ട്, പിന്നെ സെയിം തന്നെ ഇതേ മോഡൽ തന്നെയാണ്. അപ്പം അതിലത്തെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് പാണ്ടാസിനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ സീറ്റിൽ ഞാനിങ്ങനെ ഇത് വെച്ചു. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് വെക്കുമ്പോൾ ഇതിൻ്റെ താഴെ ഞാനൊരു ഇത് കണ്ടോ, ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് അതിൻ്റെ അടിയിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ അത് ഇരിക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഊരിയെടുത്തു, അങ്ങനെ വലിച്ചു എടുത്തു കഴിഞ്ഞാൽ അത് പറഞ്ഞു വരും. എന്നാൽ അത് കുറച്ച് നേരം ഒരു സേഫ്റ്റിക്ക് നമുക്ക് എന്തെങ്കിലും വെക്കാമല്ലോ. അപ്പം അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ 3 എണ്ണത്തിന് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇങ്ങനത്തെ ഫ്ലവർ വൈസിലുള്ള എൻ്റെ ഒരു കുഞ്ഞൊരു പൂവ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചു. അപ്പം ഇതാണ് ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ സാധാരണ എപ്പോഴും വയ്ക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ചെറിയൊരു ടേബിളാണ്. അപ്പോൾ അത് കാരണം അതിലാണ് ഞാനിത് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പാണ്ടാസ് ഇങ്ങനെ 3 എണ്ണം, ഈ ഒരു സൈക്കിളാണ് ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കാണിക്കുന്ന ഐറ്റംസൊക്കെ ഒരുപാട് എന്താ പറയുക, നമുക്കിങ്ങനെ ഹോം ഡെക്കോർ എന്ന് പറയാൻ പറ്റില്ല. ഡേയ്സോ ഹോളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ്,
അവിടുന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ പല കളേഴ്സിലുള്ള നമുക്ക് ഈ സ്റ്റിക്കി നോട്ട് കിട്ടില്ലേ, അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കിങ്ങനെ ബുക്ക് മാർക്ക് പോലെ വെക്കാനായിട്ടുള്ള അങ്ങനത്തെ ഓരോ പേപ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓരോ കളേഴ്സിൽ ഞാനിങ്ങനെ നമുക്കിങ്ങനെ കുറച്ച് ബൈബിൾ കോഡ്സ് എഴുതിയിട്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്കത് വായിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കാണെങ്കിലും നമുക്കൊരു മനസ്സിനൊരു ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രയും പോകുന്ന ഒരു പീസ് പേപ്പറാണ് ഇത്. ശരിക്കും ബുക്ക് മാർക്ക് പോലെ യൂസ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഞാനതിന് ഇത്രയും പോകുന്ന പീസാണ് ഈ ഓരോന്ന്. കണ്ടോ, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇത്രയും പോകുന്ന പീസുകളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാനിത് ഓരോന്ന് വെച്ചത്. കാരണം ഈ കാണുന്ന ഓരോ കളറ് ഓരോ പേപ്പർ അല്ല. ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഒരു എണ്ണം എഴുതിയിട്ടുള്ളതിൽ തന്നെ 6 ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ആ ഒരു പേപ്പേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷേപ്പിലേക്കുള്ള ഒരു ചെറിയൊരു നമ്മുടെ ഈ സ്റ്റിക്കി നോട്ട് പോലെ ആക്കിയെടുത്തത്. പിന്നെ ഞാൻ നെക്സ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു ബോർഡാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ എൻ്റെ ഒരു വൈറ്റ് കളർ ബോർഡും പിന്നെ അപ്പോൾ അതിലത്തെ ലെറ്റേഴ്സ് ബ്ലാക്ക് ആയിട്ടുള്ളതുണ്ട്. അത് ഞാൻ നാട്ടിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ബ്ലാക്ക് കണ്ടപ്പോൾ, ബ്ലാക്കും നാട്ടിലുണ്ട്, അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കണ്ടപ്പോൾ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞൊരു ജാപ്പനീസ് ആ ഒരു ഡോളും ഞാൻ ഡേയ്സോന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള ബാക്കി ആ ഒരു കുഞ്ഞ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള 3 പ്ലാന്റ്സും പിന്നെ അതുപോലെ ആ ഒരു ഡോള് വെച്ചിട്ടുള്ള ഒരു ട്രേ എന്ന് പറയുന്നത് ഞാൻ ഐക്കയിൽ കുറച്ച് മുന്നേ നേരത്തെ വാങ്ങിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് ഒരു കുഞ്ഞൊരു ഷൂറാക്ക് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഓരോ പ്രോഗ്രാമിനനുസരിച്ച് മാറ്റിയും വെക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു വൈറ്റ് ബോർഡായിരുന്നു. ഇത് കുട്ടികൾക്കുള്ളതാണ്. കുട്ടികൾക്ക് എഴുതി കളിക്കാനും എഴുതി പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അവർക്ക് അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീണ് കിടക്കണുണ്ടപ്പോൾ ഞാൻ ആലോചിച്ചതാണ് ഇതിനെ ഇങ്ങനെ വെറുതെ വലിച്ചെറിയുന്നതിനേക്കാളും എന്തെങ്കിലും ചെയ്തു വെച്ചാലൊന്നും. അപ്പോൾ എനിക്ക് വെറുതെ തോന്നി നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ലെറ്റേഴ്സ് അങ്ങനത്തെ നമുക്ക് കിച്ചണിലേക്കുള്ള കോഡ്സൊക്കെ ആയിട്ട് കാണാറുണ്ടല്ലോ. അപ്പോൾ കിച്ചണിലേക്ക് ഇതുപോലത്തെ കുറച്ച് ഇതാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തന്നെ ആ വൈറ്റ് ബോർഡിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മാർക്കർ പോലത്തെ അങ്ങനത്തെ. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിൽ ഇത് എഴുതിയിട്ടുള്ളതും അതൊക്കെ വരച്ച് വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു മെയിൻ ഡോറ് കടന്നു വരുന്ന ഭാഗത്ത് ആ ഒരു നേരത്തെ കാണിച്ചിട്ടുള്ള ബുക്ക് മാർക്കർ അങ്ങനത്തെ ആ പേപ്പേഴ്സ് വെച്ചിട്ട് ഞാൻ തന്നെ ഒരു വീടിൻ്റെ ഷേപ്പിൽ ഞങ്ങൾ 4 ആളെയും വരച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, വേറൊന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീടിനെ റെഡിയാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ റീൽസ് തന്നെയായിരിക്കും നമ്മുടെ ഫീഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ നമുക്കത് എല്ലാ ഐറ്റംസും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വീട്ടില് ഫ്ലാറ്റ് ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഐറ്റംസ് മാത്രമാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you on my next video. Bye.